ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പ്രമുഖ താരമായ ജയസൂര്യ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. 2008, 2013 വർഷങ്ങളിൽ സിനിമാ സെറ്റിൽ വെച്ച് 2 നടിമാരോട് മോശമായി പെരുമാറിയെന്ന കാരണങ്ങളിൽ 2 കേസുകൾ ജയസൂര്യക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൻ്റെ പിറന്നാൾ ദിവസമായ ഇന്ന് ഞായറാഴ്ച തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്ന് എൻ്റെ ജന്മദിനം. ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ 1 മാസമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ്. ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ 2 വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മറ്റൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു. എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി. എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി, വേദനയായി. മരവിപ്പുകൾക്ക് നടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി. ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും. ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്ക് നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം. മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ. പീഡനാരോപണം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ. ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണല്ലോ. എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ്. ഇവിടെയുള്ള ജോലികൾ കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും. നിരപരാധിത്വം തെളിയാൻ ഉള്ള നിയമപോരാട്ടം തുടരും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിന് പങ്കാളിയായവർക്ക് നന്ദി. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രം. ഇതാണ് ജയസൂര്യ പങ്കുവച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം. ആദ്യമായാണ് അലിഗേഷനുകൾ വന്ന ശേഷം പരസ്യമായി ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാവുന്നത്. മലയാള സിനിമയെപ്പറ്റിയുള്ള ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും വേദനാജനകമായ അനുഭവങ്ങളും പലരും പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.